വേറൊരു കോളും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ കോളും കൂടെ എടുത്തിട്ട് ഫോണിങ് പരിപാടി നടത്താം. ഓക്കെ. ഹലോ, ഒരു സെക്കൻഡേ. ഹലോ 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 ആരാണ്? ഹലോ ഹലോ ആരാണ്? പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ലൈവിൽ നോക്കരുത്. ലൈവിൽ നോക്കിക്കൊണ്ട് സംസാരിച്ചാൽ ഇത് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഓക്കെ. കൊല്ലത്തുനിന്നാണ്. സ്ഥലം കൊല്ലമാണ്. സ്ഥലം കൊല്ലമാണ്. ഓക്കെ, പറഞ്ഞോളൂ. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് എത്ര കാലമായി? കേട്ടില്ല. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? ഈ ഗ്രൂപ്പ് കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലം? ചെയ്തിട്ട് കുറച്ച് നാളെങ്ങാനും ആയി കാണത്തേ ഉള്ളൂ. ഒരു 3-4 മാസത്തിൽ കൂടുതലായി കാണും. എന്നും മെസ്സേജ് അയക്കുന്ന ആളാണോ? അതെ. അല്ല, കമന്റ് ഇടുന്ന സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റൂ. പേരൊക്കെ പറഞ്ഞാൽ വളരെ പാടാ. ഓക്കെ. അല്ല, പേരൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാ. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. അല്ല, സൂപ്പർ മാർക്കറ്റ് നമുക്ക് എല്ലാവരുടെയും എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാണുമല്ലോ. ഇടയ്ക്കൊക്കെ പറയുമല്ലോ നമ്മൾ ഗൈസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്. ഈ പുള്ളിക്കാരി നമ്മുടെ എല്ലാ ലൈവിലും വരുന്ന വ്യക്തിയാണ്. പിന്നെന്താ, ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ കുറെ നല്ല ആൾക്കാരും ഉണ്ട്, കുറെ അല്ലാതുള്ള കുറെ അനുഭവങ്ങളും മോശമായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കുറച്ച് ആലോചനകൾ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. പറഞ്ഞാൽ അവര് മനസ്സിലാവുന്നില്ല. നമ്മള് എനിക്ക് അതെന്ന് വെച്ചാല് ചില ഭീഷണികൾ പോലെ ആത്മഹത്യാ ഭീഷണി പോലും വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. എന്നുവെച്ചാൽ 2 മക്കളുണ്ട്. ഒരാള് +2-നാണ് പഠിക്കുന്നത്, ഒരാള് 9th-ലാണ് പഠിക്കുന്നത്. അപ്പഴ് കുഞ്ഞുങ്ങള് ആയിട്ട് മുന്നോട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ലൈഫ് നന്നായിട്ട് ജീവിതം പോകുന്നു. ഇപ്പൊ ഒരു പുനർവിവാഹം നോക്കുന്നില്ല. ഒരു ജീവിതത്തിൽ നിന്ന് മാക്സിമം ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ദേഹോപദ്രവം മാത്രല്ല, എന്താ പറയാ, ഒരു ഹസ്ബൻഡിന്റെ കിട്ടേണ്ട പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് അല്ലെ. സ്നേഹം, പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട ആള് തന്നെ അതിന് കൂട്ട നിൽക്കുന്ന അനുഭവം വരെ എനിക്ക് ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരാളൊരു മോശമായിട്ട് നമ്മളിത് ബിഹേവ് ചെയ്യുന്ന പുള്ളിയോട് പറയുമ്പോൾ പുള്ളി അത് കണ്ടില്ല എന്നുള്ളൊരു മൈൻഡിലാണ് പോകുന്നത്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതെ. ഞാൻ ഇത്രയും ബോൾഡ് ആകാൻ കാരണമെന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച അനുഭവം അങ്ങനെയുള്ളതായിരുന്നു. അത്രമേൽ എന്നെ അത്ര എന്നെ അനുഭവിച്ച ദേഹോദ്രം ശരിക്കാണ്. എന്റെ വീട്ടിൽ എനിക്ക് ഓഹരി തന്നെടുത്ത് വീടും വെച്ച് അന്തസ്സായിട്ട് ജീവിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ പുള്ളിക്ക് പല സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻ, അങ്ങനെ പുള്ളി ഇപ്പൊ വേറെ സ്ത്രീയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. എനിക്ക് അതിന് നമുക്ക് തിരക്കി പോകേണ്ട കാര്യമില്ല. കോടതിയിൽ കേസ് നടക്കുന്നു, സെറ്റിൽമെന്റ് എഴുതി വെച്ചേക്കുന്നതാണ്. പിന്നെ നോക്കുന്നില്ല എന്നല്ല, പോകട്ടെ, കുറച്ചുനാൾ ഇങ്ങനെ പോകട്ടെ. ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഒറ്റപ്പെടുന്നതിന്റെ ഒരു രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു കൂടുതലും ഷോപ്പുമായിട്ടും മക്കളുമായിട്ടൊക്കെ മിക്സായി പോകുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത്. മനസ്സിലായി. പിന്നെന്ന് വെച്ചാല് ഒരുപാട് പേര് എന്നെ കണക്ക് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നുവെച്ചാൽ പുരുഷന്മാരെ അനുഭവിക്കുന്നില്ല. 2 സൈഡും ഉണ്ട്. ചതിയിൽ പെടുന്നവര് തന്നെയാണ് കൂടുതൽ. ഈ ക്യാഷ് മാത്രല്ല ഒരു ജീവിതത്തിൽ അത് ഞാൻ മനസ്സിലാക്കിയതാണ്. പണം മാത്രല്ല പ്രധാനം, അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റവും സ്നേഹവും എല്ലാം വേണം. ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ലെന്നല്ല, ഞാൻ അനുഭവിച്ചു. 14 വർഷത്തെ ജീവിതത്തില് കല്യാണം കഴിഞ്ഞ 6-ാം മാസം തൊട്ട് ഞാൻ അനുഭവിച്ചു. ഈ ഡിവോഴ്സിന്റെ ആ ഒരു വക്ക് വരെ ഞാൻ അനുഭവിച്ചു. 6 മാസം വരെ എന്ത് ചെയ്തോണ്ടിരുന്നു? എന്താ 6 മാസം വരെ എന്ത് ചെയ്തോണ്ടിരുന്നു? 6 മാസം പുള്ളി ഇവിടെ കാണത്തില്ല. മാസത്തിൽ 2 തവണ ഞാൻ എന്റെ വീട്ടില് അങ്ങനെ അത്രമേൽ ഞാൻ അനുഭവിച്ചു. പിന്നെ നാട്ടില് കോട്ടയത്താണ് നാട്ടിൽ വന്ന നിൽക്കാനും പിന്നെ ഇവിടെ വസ്തും കാര്യങ്ങളും
കാര്യമൊക്കെ ചെയ്ത് വീടൊക്കെ ആക്കാം എന്നുള്ള രീതിയിൽ കുടുംബത്താണ് താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ കുടുംബ വീട്ടിലായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങളില്ലാതെ പോയി. കുഞ്ഞ് ജനിച്ചു 1 വയസ്സായതിനു ശേഷം ഇവിടുത്തെ പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇവിടെ കൊല്ലത്ത് തന്നെയുള്ളതാണ്. അവിടോട്ട് താമസം പുള്ളിയുടെ ജോലി ഭാഗമായിട്ട് മാറേണ്ടി വന്നു കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങി പ്രശ്നങ്ങളാണ്. വെള്ളം ഒഴിച്ചിട്ട് വരിക, ഉപദ്രവം ഭയങ്കര. ഇപ്പൊ ഞാനൊരു വക വെച്ചു കൊടുക്കാത്ത ഒരാളാണ് എന്നെ ഉപദ്രവിച്ചെങ്ങനെ ഓക്കെ. അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ അടിക്കുന്നതിന് ഞാൻ കൊള്ളാൻ തയ്യാറാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇന്ന് ഇപ്പോഴും നേരത്തെ ആയാലും ഒരു 4 മണിയാകുമ്പം രാവിലെ എഴുന്നേറ്റ് എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ പോകത്തില്ല. എന്റെ കുഞ്ഞുങ്ങളായാലും ഷോപ്പിലായാലും എല്ലാം. അപ്പൊ അങ്ങനെ വരെ നമ്മൾ ഒരാളെ ഒന്നിനും ഒരു ആശ്രയിക്കേണ്ട രീതിയിൽ ഇതുവരെ ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ ഞാൻ അന്നത്തെ വെച്ചാല് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈം തൊട്ട് ഞാൻ കുറെ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് മാരേജ് എന്ന് കേൾക്കുമ്പോ കയ്യും കാര്യം പറയും. അങ്ങനെ തരുവാണ്. പക്ഷെ സ്നേഹിക്കുന്നവരുണ്ടാവും എനിക്ക് അറിയില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ചുപേരെ പരിചയപ്പെട്ടു. കുറച്ചുപേര് നല്ലൊരു ആലോചനയായിട്ടൊക്കെ വന്നു. ഞാനും പറഞ്ഞ എനിക്ക് 2-3 വർഷം കഴിയാതെനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ആയി കിട്ടാൻ കുറച്ച് സമയം. ഡിവോഴ്സ് ആയിട്ട് എത്ര കാലമായി? ഡിവോഴ്സിന് സെറ്റിൽമെന്റ് എഴുതി വെച്ചിരിക്കുന്നുള്ളൂ. പുള്ളി എനിക്ക് ഒരു വസ്തു എഴുതരാൻ വിളിക്കുന്ന ടൈമിൽ പുള്ളി ഭയങ്കര ഒഴിവ് കഴിവുകളാണ്. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് വന്ന സ്ഥലം കൂടെ പുള്ളിയുടെ പേർക്ക് പുള്ളിയും ഞാനും കൂടെ ഞങ്ങൾ രണ്ടിനും കൂടെ പേർക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു 6 മാസം കൊണ്ട് പുള്ളിയുടെ പുറകെ ഞാൻ നടക്കുക. ഞാൻ ഡിവോഴ്സ് കൊടുത്തതിന് ശേഷം എന്റെ പുറകെ ഇങ്ങനെ 6 മാസം കൊണ്ട് ഞാൻ പുള്ളിയുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. എനിക്ക് വസ്തു എഴുതരാൻ അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അതോടെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ കുറച്ച് നീളും കുറച്ച് നീളുന്നതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊന്ന് റിക്കവറായി ഒഴിവായി കിട്ടിയാണ്. എന്റെ ആ സത്യം ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെന്ന് വെച്ചാൽ പുള്ളിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് തന്നെ വന്ന് നമ്മളെ വിളിപ്പിക്കുക, നമ്മുടെ നമ്പർ കൊടുത്ത് വിളിപ്പിക്കുക, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറിക്കുക. അങ്ങനെയൊക്കെ കുറിച്ച് ഒരു അനുഭവം പറ്റിയാൽ ഭയങ്കരമാണ്. അതൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ നടന്നത്. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും. പക്ഷെ ഉള്ളിൽ കരയുന്ന ഒരു മനുഷ്യനാണ് ഇത്. ആർക്കും ഇതേപോലെ ഉണ്ടാവാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടാകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം അതിന് അത്രമേല് ഒരു സ്ത്രീയെ ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തിയാണ് ഞാൻ ഇന്നും ആ ഒരു വേദന ഇന്നും മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്താ പറയാ, നിങ്ങൾക്കിപ്പം ഇതൊന്നും ഓർക്കാൻ സമയമില്ലാത്തത് സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? ഞാൻ അതാണ് പലരോടത്തും പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രശ്നം ഉണ്ടാവും. കുറച്ച് ഇതായിട്ട് പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിൽ നമുക്ക് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത് എല്ലാ ദിവസവും തുറക്കുന്ന സൂപ്പർ മാർക്കറ്റാണോ? രാവിലെ 6 മണിയാവുമ്പോ തുറക്കും. എല്ലാ ആഴ്ചയിലെ 7 ദിവസവും? എന്താ ആഴ്ചയിലെ 7 ദിവസം ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്. അപ്പോഴ് ഈ ഹർത്താലൊക്കെ ആയിരിക്കുമല്ലേ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്? ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. അപ്പൊ മക്കളൊക്കെ ഏത് പരിപാടി? മോന് +2 പഠിക്കുന്നു, മോൻ 9th പഠിക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു, സന്തോഷമൊക്കെ. എന്റെ ഇടവും വലവും എന്റെ മക്കളുണ്ട്. എന്തെന്ന് പറഞ്ഞാലും ഓടി വരും എനിക്ക്. എന്നുവെച്ചാൽ അവരാണ് എന്റെ എല്ലാം ബലം. കളയാം നമുക്ക് അവരച്ഛൻ്റെ കൂടെ പോലും പോകാൻ അവർ തയ്യാറല്ല. കാരണം എന്നെ അത്രമേൽ അവര് എന്റെ മക്കളെ ഭയങ്കര ഉപദ്രവമാണ്. ഉപദ്രവം എന്ന് വെച്ചാല് കയറിന്റെ അറ്റം ൊക്കെ ഞാൻ ഒരുപാടുണ്ട്. ചൂരലിനൊക്കെ പുറമൊക്കെ വരഞ്ഞ വെക്കുന്ന ഒരു മോറെ ആയാലും മോന്റെ ആയാലും അത്രയ്ക്ക് പുള്ളി ഒരു സൈക്കോ ടൈപ്പാണ്. അങ്ങനെ ഞാൻ എന്റെ മക്കളും കുറെ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഒരു ജീവിതത്തെ പറ്റി ഒരാൾ പറയുമ്പോ തന്നെ ഞാൻ ഈ പിന്മാറാൻ നിൽക്കുന്നത്. കാരണം എനിക്കതിനകത്ത് പേടിയുള്ള കാര്യമാണ്. കാരണം ഇനി വരുന്ന ആളിന്റെ മക്കളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തിനാ എന്റെ സുഖം സന്തോഷം ഞാൻ നോക്കുന്നില്ല. എനിക്ക് എന്റെ മക്കളുടെ ഫ്യൂച്ചർ മാത്രമാണ് എനിക്കിപ്പം പ്രധാനമായിട്ട് നിൽക്കുന്നത്.
ഓക്കെ കഴിഞ്ഞിട്ടാണ് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം എന്നുള്ള രീതി. അതാണ് ഞാൻ പലരും ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത് എനിക്ക് കുറച്ച് ടൈം വേണം. ഏതിലായാലും നമുക്കൊരു കാര്യത്തെ പറ്റി നമ്മൾ ഇനി ഇറങ്ങുമ്പോൾ നമ്മൾ ഒത്തിരിയായിട്ട് ആലോചിക്കണം അല്ലേ? തീർച്ചയായും ആലോചിക്കാൻ നമുക്ക് എത്തിച്ചാടി ഒരു തീരുമാനം അയ്യോ എനിക്ക് സമ്മതമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഞാൻ വരുമാനം സ്വസ്ഥമാകുന്ന ടൈമിൽ ഞാൻ എന്റെ കാര്യത്തെ പറ്റി ഞാൻ ആലോചിക്കണം. കാരണം 1-2 വർഷം എടുക്കും. ഓക്കെ, അതൊക്കെ തീർച്ചയായും ഈ സിംഗിൾ ആയിട്ടുള്ള ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം മാത്രം വേറൊരു വിവാഹം. ഇപ്പൊ കുഴപ്പമില്ല. മറ്റേ എന്നെ ഒരു അമ്പലത്തിൽ പോലും പോകാൻ സമ്മതിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം അമ്പലങ്ങളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പോകും. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ പോകും. എന്റെ അമ്മയെ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഷോപ്പ് ഞാൻ ചിലപ്പോൾ അനിയനോ അനിയത്തിയോ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോയിട്ട് നമുക്ക് വരാം. വേറെ പേടിക്കാറില്ല. ഇത് നമ്മൾ തിരിച്ച് എവിടെയെങ്കിലും ഒന്ന് പോടേന്ന് ചോദിക്കാൻ പോക്കോളം പറയാം. പോയിട്ട് തിരിച്ച് വരുന്നത് പേടിച്ച് വിറച്ചിട്ടായിരിക്കും വരുന്നത്. ഏത് ലെവലിലാണ് ആൾ നിൽക്കുന്നത് നമുക്ക് പറയാം. പല സ്ത്രീകളും അനുഭവിക്കുന്നത് ഈ ഒരു ഫ്രീഡമാണ്. നമ്മൾ വിവാഹമോചനത്തിന് ശേഷം അനുഭവിക്കുന്ന ഈ ഒരു ഫ്രീഡം പലവർക്കും നഷ്ടപ്പെടാൻ ചോദിക്കുന്നവരുണ്ട്. എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാനൊരാളുടെ ചേട്ടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിന് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് ഇവിടെ നിന്ന് എന്റെ വീട് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴ് ചിലർ ചോദിക്കുന്നത് ഭർത്താവ് ഡിവോഴ്സായി നിൽക്കുന്ന ചിലർക്ക് പിന്നെ വേറൊരു കാണി കാണുന്ന ഒരു സമൂഹം ഉണ്ടേക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ കാണുന്ന ചില ഇവിടെ രാവിലെ ഇറങ്ങി പോകുന്നുണ്ട്, വൈകിട്ട് തിരിച്ച് രാത്രി വന്ന് കയറും, അങ്ങനെയുള്ളൊരു എന്താ പറയാ വേറൊരു രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ എല്ലാം മഴപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ പോവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവര് പറയുന്നവർ അവരുടെ പറയട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ. അപ്പൊ എന്നെ ആരായാലും പെണ്ണായാലും ആര് ഈ പറഞ്ഞ നമുക്ക് എന്താ പറയാ പറയുന്നവരെ പുല്ല് വില കാണിച്ചങ്ങ് വിട്ടേക്കാം. അവരെ വഴിക്ക് പോക്കോട്ടെ, അത്രേ ഉള്ളൂ. തീർച്ചയായും അടിപൊളി. അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾ എപ്പോഴും കമന്റ് ഇട്ടാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എപ്പോഴും ഹാപ്പിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ വിവാഹത്തിൽ പറ്റിയ എന്താണ് ദുഃഖങ്ങളൊക്കെ നമ്മുടെ ലൈവൊക്കെ കാണുമ്പോൾ അത് ഇപ്പോൾ ഇപ്പോഴും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല തങ്കം പോലത്തെ മക്കളെ എനിക്ക് കിട്ടി. കാരണം അവരുടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പുറകെ ഫോഴ്സ് ചെയ്ത് നടക്കണം. അവരെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്തോളൂ. ഒരിക്കലും ഞാൻ പുറകെ എന്റെ മക്കളെ പഠിക്കുക അല്ലെങ്കിൽ എത്ര മാർക്കുണ്ട് ഇത് കുറഞ്ഞു വേണ്ട ഒന്നിനും വേണ്ട. അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അമ്മ എന്നുള്ള രീതിയിൽ അവരെല്ലാ രീതിയിലും. ബിജിമോള് പറയുന്നുണ്ട്, ബിജിമോള് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, കൃഷ്ണൻ പറയുന്ന അതേ അനുഭവമായിരുന്നു എനിക്ക്. ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വേണമെന്ന് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇനിയും വേണമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതേ സെയിം മിക്കവർക്കും ഈ ഒരു അനുഭവം ആയിരിക്കുമല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിന്റെ ഗ്രാഫ് മാത്രം കുറയും കൂടും അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ചും കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കൂട്ടായ്മ, ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ടേ? അല്ല, ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും കൂട്ടായ്മ വേണം. അതിനകത്ത് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം. പിന്നെ ഏതെങ്കിലുമൊക്കെ എന്താ പറയാ ഗ്രൂപ്പ് കൂടി എവിടെങ്കിലും ഇപ്പൊ ഒരു ഹാബി പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ആരൊക്കെ വരാൻ പറ്റുമോ അവരെയൊക്കെ അറേഞ്ച് ചെയ്ത് അടുത്തുള്ളവരെ പക്ഷെ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ച് ആർക്കൊക്കെ വരാൻ പറ്റുമെന്ന് വെച്ചാൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകണം. അങ്ങനെ അപ്പോൾ ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ വിഡോ ആയവർക്ക് ഈ സമൂഹം കൊടുക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ, അതിപ്പം ഗവൺമെൻറ്റിൻ്റെ ഇതിലായാലും അല്ലെങ്കിൽ ആൾക്കാരുടെ നോട്ടത്തിൽ തന്നെ വ്യത്യാസം വരും. നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അതെ, മറ്റുള്ളവരെ എന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് എന്താ പറയാ ഈ വിധിയെ പഠിച്ചുകൊണ്ടിരിക്കരുത്. അത് കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മനസ്സിലാക്കൂ. അല്ല, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഡിവോഴ്സ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കണമെന്നല്ലോ. പോകെ സമയം എടുക്കും. പക്ഷെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നവരൊക്കെ കാണുമല്ലോ. അതൊക്കെ പറഞ്ഞ് തീർത്ത് സോൾവ് ആക്കി പോകാൻ പറ്റുമ്പോൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സോൾവ് ആക്കി പോകാനേ ഞാൻ പറയുള്ളൂ. തീർച്ചയായും നമ്മളും അത് തന്നെയാണ് പറയുന്നത്. ഇല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് പണങ്ങി നിൽക്കുന്നവർ കാണുമായിരിക്കും. അതെ, നമ്മളും അത് തന്നെയാണ് പറയുന്നത്. ബിരിയാണിക്ക് ഉപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവോഴ്സിന് തീർച്ചയായും മൂന്നാമത് ഉൾപ്പെടുത്താതെ അവര് ഭാര്യ ഭർത്താവോടെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമാണെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. തീർച്ചയായും നമ്മളും ഈ ബിരിയാണിക്ക് ഉപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ അടുത്തൊക്കെ അതൊന്നും അതിന്റെ ഒന്നും വലിയ കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് പൊരുത്തപ്പെട്ട് പോകാവുന്ന കാര്യമുള്ളൂ. നിസ്സാര കേസാണ് ആരെങ്കിലും ഒരാളെ ക്ഷമിച്ചു കൊടുത്താൽ. പക്ഷെ എന്റെ കണക്കുള്ള അനുഭവങ്ങൾ ഞാൻ ഇതിനകത്ത് കുറച്ചേ ഞാൻ അനുഭവിച്ചത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ കേട്ട ഒരു കഥ എഴുതാനുള്ളത് തന്നെ ഉണ്ട്. നമുക്കൊരു കഥയായിട്ട് നമുക്ക് നമ്മുടെ പേജിലിടാം. വേണ്ട ഖണ്ഡകാവ്യം എഴുതിയത്
അനുഭവം പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഈ ചോദിച്ചവർക്കുള്ള മറുപടി എല്ലാവരോടും പറയുന്നതിനെ കാട്ടി ഒറ്റ ഒരു എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഞാനോട് എനിക്ക് എന്നെ കൂടി ഞാൻ ഉൾപ്പെടുത്തിയത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം കണ്ടെത്താനുള്ള ഓട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതും ഫുഡ് കഴിക്കണം ഉറങ്ങുന്നതും. ഇന്നിപ്പോ നമ്മള് നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷം എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മളെ തേടി എത്തുന്നതിനെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ പോവാം. നാളത്തെ ചെന്ന് കടന്നിട്ട് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ? അതല്ല, നമ്മൾ ഓരോ നിമിഷവും സന്തോഷിക്കുക. നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാതെ നമ്മൾ സന്തോഷിച്ച്, പിന്നെ അതിൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ, നമ്മൾ സന്തോഷിക്കുന്നത് കാരണം മറ്റൊരാൾ ദുഃഖിക്കാൻ പാടില്ല. നമ്മൾ മറ്റൊരാളുടെ ദുഃഖം, ആ ഒറ്റ നിയമം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ സന്തോഷിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. പിന്നെ നാളത്തേക്ക് ഒരു കരുതലും വേണം, അതില്ലാതെ ജീവിക്കാൻ പാടില്ല. അല്ല, നാളത്തേക്ക് ഒരു കരുതലും വേണം. ഓക്കെ, വെരി ഗുഡ്. അതെ, എന്തായാലും നന്നായിട്ട് ലൈഫ് പോട്ടെ, അടിപൊളിയായിട്ട് ജീവിക്കൂ. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഫസ്റ്റ് ദിവസം തന്നെ താങ്കൾ വിളിച്ചതിൽ വളരെ സന്തോഷം. കാരണം നമ്മുടെ എല്ലാ ലൈവിലും വന്ന് ഞാനിന്ന് ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, ശരി. വിളിച്ചത് അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും